എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ 4-ാം ഭാവത്തിനെ കുറിച്ചാണ് ഇവിടെ വിശദീകരിച്ചത്. 4-ാം ഭാവത്തിൽ ഗുരുവിനെ കൊണ്ടായിരുന്നു ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇവിടെ 4-ാം ഭാവത്തിൽ ശുക്രൻ നിന്നാലുള്ള ഫലമാണ് പറയുന്നത്. വാഹനഭാഗ്യം, സമ്പത്ത്, സൽക്കളത്രം, വിദ്യയും ഉദ്യോഗം ലഭിക്കും. ഭാര്യയുടെ ഭാഗത്തു നിന്ന് ഉറച്ച പിന്തുണ ലഭിക്കും. പരധനം ധാരാളം ലഭിക്കും. ഭംഗിയുള്ള ഗ്രഹം ഉണ്ടാക്കും. സ്വന്തം ബന്ധുക്കൾക്ക് നേതാവും ഉപദേഷ്ടാവും പ്രസിദ്ധനും ഭയമില്ലാത്തവനും ആയിരിക്കും. 4-ൽ ശനി നിന്നാൽ ദാരിദ്ര്യമേറിയ കുടുംബം, ശുഷ്കിച്ച വിദ്യാഭ്യാസം, വാഹനം ഗ്രഹം മുഖേന നഷ്ടം, പാപ്പരത്വം, വിദേശവാസം, ഗ്രഹമാറ്റം, വിദേശത്ത് നിന്ന് വിവാഹം, ഇതൊക്കെയാണ് 4-ൽ ശനി നിന്നാൽ. 4-ൽ രാഹു നിന്നാൽ പാപഗ്രഹമാകയാലും മാതൃകാരകനായ ചന്ദ്രന്റെ ശത്രുവാകയാലും രാഹുവിൻ്റെ 4-ാം ഭാവസ്ഥിതി ജാതകന് ഒട്ടും അനുകൂലമല്ല. കുപ്രസിദ്ധി ആർജിച്ച കുടുംബം, അപകടം മൂലം കുടുംബാംഗങ്ങൾ നഷ്ടപ്പെടും. മാതാവിന് മാറാരോഗം, കടബാധ്യത, വിദേശവാസം, ദുർജന സഹവാസം, ഉദ്യോഗത്തിൽ ഉയർച്ചയില്ലായ്മ, മനസ്വസ്ഥതയില്ലായ്മ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫലം. 4-ൽ കേതു നിന്നാൽ പാരമ്പര്യമായി വൈദ്യ കുടുംബമായിരിക്കും. ദുർമന്ത്രവാദം ചെയ്യുന്ന കുടുംബവുമായിരിക്കും. കാൽനട യാത്രക്കാരൻ, അംഗവൈകല്യം, മാനസിക വിഭ്രാന്തി, അനധികൃതമായ രീതിയിൽ വാഹന ഗ്രഹ സമ്പാദ്യം, അനാഥൻ, കുടുംബ സൗഖ്യമില്ലായ്മ, ദയനീയ കുടുംബം, ഇതൊക്കെയാണ് കേതുവിൻ്റെ സ്ഥിതിയിൽ പറയേണ്ടത്. 4-ൽ ഗുളികൻ നിന്നാൽ മാതൃസുഖം, ബന്ധുസഹായം, ധനം ഇല്ലാത്തവനായി ഭവിക്കുക, വാഹനം ഉണ്ടാവുകയില്ല, വാഹന അപകടം, ഇങ്ങനെയൊക്കെയാണ് 4-ലെ ഗുളികസ്ഥിതിയുടെ ഫലം. അപ്പം ഈ 4-ാം ഭാവത്തിനെ കുറിച്ച് ഞാൻ 2 എപ്പിസോഡായിട്ട് ഇന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും സശ്രദ്ധം വീക്ഷിക്കുക. അടുത്ത എപ്പിസോഡിലേക്ക് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരി ഓം.